രാഹുൽ ഈശ്വർ, എല്ലാ മതവിഭാഗങ്ങളുടെയും ഒരു ഹേർട്ട് ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചുകൊണ്ട് കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ ചർച്ച നടത്തി, അത് ഇവർ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെന്നില്ല, അല്ലാത്ത ആൾക്കാരിലും അധ്യാപക സംഘടനകളിൽ നിന്ന് പോലും ഈ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെടുത്തുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ പ്രതിഷേധത്തിലേക്ക്, ഞങ്ങളുടെ ഈ പ്രതികരണത്തിലേക്ക് വന്നത്, ഞങ്ങൾ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയതെന്നാണ് മുഹമ്മദ് വാസിൽ പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെയോ ചർച്ചകൾ നടക്കാത്തതിൻ്റെ ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. എങ്കിൽ ജനാധിപത്യ രാജ്യത്തിൽ എല്ലായിടത്തും ചർച്ചകൾ നടത്തണം. അതാണോ ഇതിനകത്തുള്ള മറുപടി? അതോ ഈ ബാസിൽ പറഞ്ഞ പല വിഷയങ്ങളിലും മതപരമായിട്ടുള്ള ഒരു വിയോജിപ്പ് മാത്രമാണോ രേഖപ്പെടുത്താനുള്ളത്? അപർണാജി കേൾക്കാമോ? കേൾക്കാം രാഹുൽ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം രാഹുൽ, പറഞ്ഞോളൂ. കേൾക്കാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന് ആദ്യം തന്നെ പ്രത്യേകിച്ച് മുസ്ലിം പക്ഷത്ത് നിന്ന് നമ്മുടെ ചാനൽ ചർച്ചകൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ. ആധുനിക കാലത്ത് ഞാൻ ഡോക്ടർ അബ്ദുള്ള ബാസിലിനെയും ഉസ്താദ് അൻസാരി സുഹരിയെ ഒക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ പെർഫോമൻസ് വളരെ നല്ലതാണ്. അവർക്കതിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഞാൻ ഈ വിഷയം നമ്മുടെ അബ്ദുസമദ് പൂക്കോട്ടൂർ അദ്ദേഹത്തോട്, ശ്രീ നാസർ ഫൈസി കൂടത്തായി, MSFലെ നവാസ് അടക്കം ഉള്ളവരോട് സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഇതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ചാനൽ ചർച്ചകളിൽ പറയുന്നതിനപ്പുറമുള്ള ഒരു ലിബറൽ വേഴ്സസ് കൺസർവേറ്റീവ് അല്ലെങ്കിൽ ഒരു എത്തിക്കൽ കൺസേൺ ഉണ്ട്. നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്നാലും ഈ വിഷയത്തിൽ LDFും UDFും എടുത്ത സമീപനം വളരെ നല്ലതാണ്. കാര്യം ആ സമീപനം എന്ന് പറയുന്നത് നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം, നമുക്ക് അവരോട് സംസാരിക്കാം, ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നൊരു സമീപനം ഗോവിന്ദ മാഷ് അടക്കം എടുത്തത് വളരെ സ്വാഗതാർഹമാണ്. അതായത് ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സൂംബയോട് നമ്മൾ പൊതുവെ അസോസിയേറ്റ് ചെയ്യുന്നത് കുറച്ച് എക്സ്പോസിംഗ് ആയ ഡ്രസ്സുകൾ, ഇറുകിയ ഡ്രസ്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം കൺസർവേറ്റീവ് ഗ്രൂപ്പുകൾക്കെല്ലാം, ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിക്കും എല്ലാം അതിലൊരു കൺസേൺ ഉണ്ട്. നമ്മുടെ കുട്ടികൾ അമിതമായി ഇറുകിയ വസ്ത്രങ്ങളോ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അമിതമായി സ്ലീവ്ലെസ്സോ ശരീരഭാഗങ്ങളെ എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇടുമോ? ഇതാണ് ഉള്ളിന്റെ ഉള്ളിൽ പലർക്കുമുള്ളൊരു സങ്കോചം. അതോടൊപ്പം ചർച്ച അടക്കമുള്ള ജനാധിപത്യ പ്രക്രിയ തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും വരുന്നുണ്ട്. ഈ വിഷയം ഇതുപോലെ തന്നെയല്ല. ഇപ്പം മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ വെള്ളാപ്പള്ളി സാറ് 2022 ഓഗസ്റ്റ് 28 വളരെ കൗതുകമുള്ളൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞതാണ്, വെള്ളാപ്പള്ളി സാർ SNDPയുടെ ആദരണീയനായ അധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ ഒരുപാട് ഇടകലർന്ന് ഒരുമിച്ചിരുന്ന് പഠിക്കേണ്ട ഒന്നുമില്ല. നമ്മുടേത് ഭാരത സംസ്കാരമാണ്. നമ്മൾ ആരും അമേരിക്കയിലല്ല ജീവിക്കുന്നത്. അടുത്ത വരി ശ്രദ്ധിക്കണം. ഇവിടത്തെ ക്രിസ്ത്യൻ മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളിൽ പോയാൽ ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് നടക്കുന്നത് കാണാൻ പറ്റില്ല. എന്നാൽ NSSന്റെയും SNDPയുടെ ഒക്കെ കോളേജിൽ പോയാൽ അരാജകത്വമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വളരെ കടുപ്പത്തിലുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല. ഇതെല്ലാം മാതാപിതാക്കളെ വിഷമത്തിലാക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇതിലെല്ലാം നശിക്കുന്നത് നമ്മുടെ, അതായത് ഹിന്ദുക്കളുടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഒരു എത്തിക്കൽ കൺസേൺ നമ്മുടെ ഒരു മുതിർന്ന തലമുറകൾ കൊണ്ട് നമ്മളത് മറച്ചു വെക്കണ്ട. അപ്പോൾ ആ തലമുറയെ എന്ത് ചെയ്യണം? നമുക്ക് വിശ്വാസത്തിലെടുക്കണം. എങ്ങനെ വിശ്വാസത്തിലെടുക്കണം? അങ്ങനെ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, അല്ലെങ്കിൽ മോശമായോ എക്സ്പോസിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ വരില്ല. ഇപ്പം നമ്മുടെ News 18 തന്നെ ചാനൽ ചർച്ചയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടികളിൽ ചിലരിടുന്ന വസ്ത്രങ്ങൾ നമ്മുടെ ഒരു മുതിർന്ന തലമുറയ്ക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും. സ്ലീവ്ലെസ് ആകട്ടെ, ഷോർട്ട് ടോപ്പ് ആകട്ടെ, അല്ലെങ്കിൽ ടൈറ്റ് ഡ്രസ് ആകട്ടെ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കിക്കൂടെയല്ലേ? നമ്മുടെ എല്ലാ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും അമ്മാവനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉള്ളവരല്ലേ? അപ്പം കുറച്ച് ഇത്തരം വസ്ത്രങ്ങളോ എക്സ്പോസിംഗ് തോന്നുന്ന വസ്ത്രങ്ങളോ ഇട്ട് ഡാൻസിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് അതിലൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ട്, അസ്വീകാര്യതയുണ്ട്. ഇത് മനസ്സിലാക്കുകയും അവരോട് പറയുകയാണ്, അങ്ങനെയല്ല, സൂംബ ആരോഗ്യത്തിന് നല്ലതാണ്, പക്ഷേ സൂംബയിൽ വ്യത്യസ്ത ഡ്രസ്സുകൾ ഇടാം. ശിവൻകുട്ടി സാർ അത് പറയുന്നുണ്ട്. അതായത് സൂംബയിൽ വ്യത്യസ്ത ഡ്രസ്സുകൾ, ഏതെങ്കിലും ഒരു പ്രത്യേക ഡ്രസ്സ് നിഷ്കർഷിക്കുന്നില്ല, പകരം നല്ല നീളമുള്ള ഡ്രസ്സോ ഒട്ടും എക്സ്പോസ് ചെയ്യാത്ത ഡ്രസ്സോ ഇട്ട് മുമ്പോട്ട് പോകാം. ഈ രീതിയിൽ അവരെ പറഞ്ഞ് വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം ഇത് പറയുന്ന ആൾക്കാരെല്ലാം വളരെ മോശക്കാരാണ്, അല്ലെങ്കിൽ മതവിശ്വാസത്തെ അവഹേളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണോ? ഇപ്പം പലപ്പോഴും ഞങ്ങൾ ഹിന്ദുക്കളെയും ഈ വിഷയം പലരും ഉന്നയിക്കാത്തത്, നിങ്ങൾ പുരോഗമനവാദികളെല്ലാം കൂടെ ഞങ്ങളെ കടിച്ചു തിന്നുമെന്ന് വിചാരിച്ചാൽ. മുസ്ലിം സമൂഹത്തിന് കുറച്ചുകൂടെ ഒരു സാംസ്കാരികവും പാരമ്പര്യവുമായ കെട്ടുറപ്പുള്ളത് കാരണം അവരും ക്രിസ്ത്യാനികളും ഇത് കൂടുതലായി ഉന്നയിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഇതുപോലത്തെ സൂംബ നമ്മുടെ കോളേജിലും സ്കൂളിലും വേണ്ടേ? അച്ഛൻ ഇതേ അഭിപ്രായം തന്നെ പറയും, മക്കളെ ആ ഡ്രസ് സൂംബ ഒന്നും കളിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കണേ. നമ്മൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു സരസ്വതി ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ദൈവികമായ സ്ഥലമാണ്. അപ്പൊ അവിടെ കുറച്ച് മാന്യതയും മര്യാദയും ഒക്കെ വേണം. ഇതിനെ നമ്മൾ ഓണസ്റ്റ്ലി അഡ്രസ് ചെയ്യും. ചെറിയൊരു ചോദ്യം രാഹുൽ, ഇത് നിർബന്ധമല്ല എന്ന് സർക്കാരും വ്യക്തമാക്കുന്നു, SFI പ്രതിനിധിയും അത് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നീന്തൽ മത്സരത്തിനൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു കണക്കിൽ എന്ത് ഡ്രസ് ഇട്ട് മത്സരത്തിനൊക്കെ പങ്കെടുക്കാൻ പറ്റും? അവിടെയാണ് നീന്തൽ മത്സരത്തിൽ ഇട്ട് പോകുന്ന ഡ്രസ് ഇട്ട് സ്കൂളിൽ പോകാൻ പറ്റുമോ? ബിക്കിനിയും സ്വിം സ്യൂട്ടും ഇട്ട് സ്കൂളിൽ പോയി ചെയ്യാൻ പറ്റുമോ? ഓരോ സ്ഥലത്തിനും ഓരോ കോണ്ടെക്സ്റ്റ് ഇല്ലേ?
ഈ കോണ്ടെക്സ്റ്റ് കാണാതെ അന്ധമായൊരു ലിബറൽ വാദം ഉന്നയിക്കുന്നതിന് എന്തർത്ഥമാണ്? അവർ സ്കൂളിലെ സ്വിമ്മിംഗ് പൂളിൽ ബിക്കിനിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ, അങ്ങനെ ക്ലാസ്സിൽ വന്നോട്ടെ എന്ന് നമ്മൾ പറയില്ലല്ലോ. അത് കുയുക്തിയാണ്. സ്കൂൾ യൂണിഫോം ഇട്ട് സൂംബ കുട്ടികൾ പരിശീലിക്കുന്ന, പഠനമല്ല പഠിക്കുകയല്ല, പരിശീലിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇതൊക്കെ മുന്നേ വെച്ചിട്ട് കൂടിയാണ് ഞങ്ങൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ അതാണ്. സ്കൂൾ കുട്ടികൾ വരുന്നു, യൂണിഫോം ഇട്ടിട്ടാണ്. അവരൊന്നും ഇറുകിയ ഡ്രസ്സ് ഇട്ടിട്ടൊന്നുമല്ല. എന്റെ മകൻ പഠിക്കുന്ന സ്കൂളിലും ഈ സൂംബ പരിശീലനമുണ്ട്. സ്കൂൾ യൂണിഫോമിലാണ് അവരോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നല്ല കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞ് മുസ്ലിം സംഘടനകളെയും കുറച്ച് കൺസർവേറ്റീവ് പൊസിഷൻ എടുക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വിശ്വാസത്തിലെടുക്കുക. ഞാൻ സൂംബ പരിശീലനം എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ. സൂംബ 1-2 പ്രാവശ്യം എക്സസൈസിൽ പോയപ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം അവരെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യുക, ഒഫൻഡ് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ? ഇനി ഒരു കാര്യം കുറച്ചുകൂടെ പച്ചയ്ക്ക് ഞാൻ പറയാം. ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പുരുഷ ശരീരവും സ്ത്രീ പറഞ്ഞിരിക്കുന്നവരോടാണ് പ്രശ്നം. സ്കൂൾ യൂണിഫോം ഇട്ടിട്ടാണ് കുട്ടികൾ സൂംബ ചെയ്യുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ കാണുന്നവർക്ക് നിങ്ങൾ ഇറുകിയ ഡ്രസ്സാണ് ഇടുന്നതില്ല എന്ന് അത് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? കണ്ടാ മനസ്സിലാക്കി കൂടെ സ്കൂൾ യൂണിഫോം ആണെന്ന്. ഞാൻ ബഹുമാനത്തോടെ കാര്യം പറയട്ടെ. ഞാൻ ബഹുമാനത്തോടൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഞാൻ അടക്കം സൂംബയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇട്ടത് സ്കൂൾ യൂണിഫോമിലെ ഡ്രസ്സാണ്. അപർണജിയുടെ അടക്കം ന്യൂസ് 18 ടെക്നിക്കൽ ടീമിയുടെ സൈഡിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരുപാട് ആൾക്കാർക്ക് അൺകംഫർട്ടബിൾ ആകും, പ്രത്യേകിച്ച് സിറ്റിയിലൊന്നും ജീവിക്കാത്തവർക്കും. പെൺകുട്ടികൾ സ്ലീവ്ലെസ്സും പ്രതിഷേധമാണ് രാഹുൽ. ആ കണ്ട ദൃശ്യങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള രാഹുൽ, ആ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഞാൻ ക്ലിയർ ആക്കാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂംബ പരിശീലകർ കുട്ടികളുമായി നടത്തിയ പ്രതിഷേധമാണ്. സൂംബ പരിശീലകർ ഒരു പക്ഷേ കുട്ടികൾ സൂംബ പഠിക്കാൻ വേണ്ടി സൂംബ ക്ലാസ്സുകളിൽ പോകുമ്പോൾ, സ്കൂളല്ല ക്ലാസ്സുകളിൽ പോകുമ്പോൾ ധരിക്കുന്ന ഡ്രസ്സുകളാണ്, അത് അവരുടെ ഓപ്ഷനാണ്. ആ കുട്ടികളുടെ പ്രതിഷേധമാണ്, ആ ദൃശ്യങ്ങളാണ്. ഇതാണ് സ്കൂളിൽ നടന്ന സൂംബ. ഇപ്പോ ഈ ചാനൽ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന സർക്കാർ സ്കൂളുകൾ പോലും സ്കൂൾ യൂണിഫോം ഇട്ടിട്ടാണ് സൂംബ പരിശീലിച്ചത്. സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് എനിക്ക് ഉറപ്പ് പറയാം. നല്ല കാര്യമാണ്. അപ്പൊ അവിടെയാണ് അങ്ങനെ പറഞ്ഞ് മുസ്ലിം സംഘടനകളോടും ബാക്കി കൺസർവേറ്റീവ് അല്ല അത് എന്തിനാണ് പറയുന്നത്? നിങ്ങൾക്ക് കണ്ണില്ലേ? നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? അല്ല രാഹുൽ, അതെന്തിനാണ് പറയുന്നത്? ഇത്ര വലിയ പ്രതിഷേധം നടക്കുന്നവർക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നില്ലേ? എനിക്ക് എങ്ങനെയാണ് പ്രശ്നമൊന്നും മനസ്സിലാകുന്നില്ല. അല്ല ഞാൻ ഒരു കാര്യം കൂടെ അപർണജി അത് പറയണ്ടേ? ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഒരു വരി കൂടെ പറയണ്ടേ? എനിക്ക് വേണമെങ്കിൽ ഈ അവസരം മുതലാക്കി വേണമെങ്കിൽ എനിക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് പറയാം. കണ്ടോ, ഞങ്ങളുടെ ശബരിമലയിൽ യുവതികളെ കയറ്റാൻ ആരോടും ചർച്ച ചെയ്യില്ല, ഇപ്പൊ മുസ്ലിം സംഘങ്ങളോട് ചർച്ച ചെയ്യാൻ സർക്കാരിന് മുസ്ലിം പ്രീണനമാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് താന്നു കൊടുക്കുന്നു എന്ന് ഞാൻ പറയാത്തത് എന്റെ മാന്യതയും മര്യാദയാണ്. ഇപ്പൊ LDF സർക്കാർ എടുക്കുന്നതും UDF രമേശ് ചെന്നിത്തലാജി ആണെങ്കിലും VD സതീശൻ ജി ആണെങ്കിലും എടുത്തത് നന്മയുള്ള നിലപാടാണ്, അല്ലെങ്കിൽ നമ്മുടെ ശിവൻകുട്ടി സാർ എടുത്തത് നന്മയുള്ള നിലപാടാണ്, ഗോവിന്ദൻ മാഷ് പറഞ്ഞത് നന്മയുള്ള നിലപാടാണ്. മക്കളുടെ കാര്യത്തിൽ നമ്മൾ എല്ലാം സെൻസിറ്റീവ് ആണ്. അവരെ വിശ്വാസത്തിലെടുക്കുക, സംസാരിക്കുക, ഈ രീതിയിൽ മുമ്പോട്ട് പൊക്കൂടെ? സൂംബയെ കുറെ കൂടെ നമ്മളിലേക്ക് വൽക്കരിച്ച് സൂംബയുടെ പോസിറ്റീവ്സ് ഉണ്ടെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. അപ്പൊ പിള്ളേർക്കല്ല അതൊരു എൻജോയ്മെന്റ് ആയിരിക്കും എന്നാണ് ബഹുഭൂരിപക്ഷം പിള്ളേരുടെ അഭിപ്രായം. ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു. അപ്പൊ ആ സന്തോഷത്തിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ജനാധിപത്യപരമായ അവരുടെ അച്ഛനെ അമ്മയും കൂടി വിശ്വാസത്തിലെടുക്കണം. പകരം എന്തെങ്കിലും ഒരു ആശയം കൊണ്ടുവന്ന് അത് അടിച്ചേൽപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ളൂ. ഏതെങ്കിലും കുറച്ച് കൺസർവേറ്റീവ് ആൾക്കാരെ വിളിച്ച് കുരുപൊട്ടി ഇതൊരു കുട്ടിയെ ഇത് അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് എന്റെ മകൻ കൂടി സ്കൂളിൽ പോകുന്നതുകൊണ്ടാണ്. ഒരു കുട്ടിയും ഇത് അടിച്ചേൽപ്പിച്ചിട്ടില്ല. സൂംബ കളിക്കാൻ നിങ്ങൾക്ക് വ്യക്തിപരമായ താല്പര്യമില്ലെങ്കിൽ ആ കുട്ടിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ വിവാദം തുടങ്ങുന്നതിന് മുൻപ് ഇത് പ്രാക്ടീസ് നടന്നതാണ്, പരിശീലനം നടന്നതാണ്. ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നു, മാറി നിൽക്കുന്ന ഒരു കുട്ടിക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. എവിടെയാണ് ഐസൊലേഷൻ സംഭവിക്കുന്നത്? അപർണജി അതൊരു വലിയ അപകടമുണ്ട്. അത് ബാസിൽ കറക്റ്റായിട്ട് പറയുകയും ചെയ്തു. അതായത് 40 പേരുള്ള ഒരു ക്ലാസ്സിൽ 2 പിള്ളേർക്ക് മാത്രം മാറി നിൽക്കുകയാണെങ്കിൽ അത് അവരുടെ മാനസികാരോഗ്യത്തെ അടക്കം ബാധിക്കും. അതായത് 2 കുട്ടികൾ മാത്രം മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ 3 കുട്ടികൾ മാത്രം മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഒറ്റപ്പെട്ട ഫീലിംഗ് ഉണ്ടാകും. അവിടെയാണ് വിശ്വാസത്തിലെടുത്ത് 100% ആൾക്കാരെ ഒരുമിച്ച് നിർത്താമെങ്കിൽ ഒരു 10% മനഃപൂർവ്വം മാറ്റി പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാണ്? കുറച്ചുകൂടെ ചർച്ചകൾ വരിക, കുറച്ചുകൂടെ വസ്ത്രധാരണത്തിലടക്കം വിശ്വാസം ഉണ്ടാക്കുക. ഇപ്പൊ ശ്രീ ശിവൻകുട്ടി സാറും ഗോവിന്ദൻ മാഷും
ചെയ്യുന്ന കാര്യം മാധ്യമങ്ങളിലൂടെ ചെയ്താൽ രാഹുൽ, അങ്ങനെ എല്ലാ വിഷയങ്ങളിലും മതസംഘടനകളോട് അല്ല രാഹുൽ, എല്ലാ വിഷയങ്ങളിലും മതസംഘടനകളോട് ചർച്ച ചെയ്ത് കീഴ്വഴക്കമുണ്ടാക്കിയാൽ അത് ഒരു വിഭാഗത്തിനല്ല, അത് എല്ലാ വിഭാഗത്തിനും പിന്നീട് അത് സൗകര്യമായിട്ട് മുതലെടുക്കാം. അങ്ങനെയൊന്നുമല്ല. അയ്യോ, എല്ലാ വിഭാഗത്തിനും കൊടുക്കണം. അല്ല, ഒരു സെക്കൻഡ്, എല്ലാ വിഭാഗത്തിനും കൊടുക്കണം. അങ്ങനെ ഞങ്ങളോട് ചർച്ച ചെയ്യാത്ത കാരണം 5 തവണ ജയിലിൽ പോയി 10-25 ദിവസം ജയിലിൽ കിടന്നൊരു വ്യക്തിയാണ് ഞാൻ. വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ പോലും ഗവൺമെന്റിനെ കുറ്റമായിട്ടൊന്നും പറയുന്നില്ല, സുപ്രീം കോടതി വിധി കാരണമാണ്. ഞങ്ങളോട് ആരും ചർച്ച ചെയ്യാത്ത പേരിൽ ഞങ്ങളെല്ലാം ജയിലിൽ പോയി അടിയും കൊണ്ട് കിടന്നിട്ടുള്ളവരാണ്. എന്നിട്ട് അവസാനം ഞങ്ങൾ ജയിക്കുകയും ചെയ്തു, അത് മറ്റൊരു വിഷയം. പക്ഷേ എല്ലാവരോടും സംസാരിച്ച് വിശ്വാസത്തിലെടുക്കുക, ഇതല്ലേ നമ്മുടെ ഡെമോക്രാറ്റിക് സ്പിരിറ്റ്. ആ സ്പിരിറ്റ് ഗവൺമെന്റ് കാണിക്കുന്നുണ്ട്, പക്ഷേ മാധ്യമങ്ങൾക്ക് പലപ്പോഴും ഇത് കാണിക്കാൻ കഴിയില്ല. അതെന്തോ തോൽവിയാണ്. സംസാരിക്കുന്നതിലാണ് വിജയം എന്നൊരു തിരിച്ചറിവ് ഉണ്ടായാൽ മതി. സംസാരിക്കുന്നതിലാണ് പോസിറ്റിവിറ്റി എന്ന തിരിച്ചറിവ് ഉണ്ടായാൽ മതി. ഈ തിരിച്ചറിവ് നമുക്ക് ഇല്ലാതായി പോകുന്നത് എന്താണ്? ആ പോസിറ്റീവ് ജനാധിപത്യ സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊള്ളുക. BJPയും CPM-ഉം കോൺഗ്രസും ആരോടാണ് സംസാരിക്കുക? ആ സൂംബ നൃത്തം ആഭാസമാണ്, മെയ്യഴക് പ്രദർശിപ്പിക്കലാണ്, ഈ തോന്നിവാസങ്ങളാണ് ഇതിൽ എന്ന് പറയുന്നവരോട് ഈ ദൃശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുക. അങ്ങനെ പറയുന്നവരോട് എന്താണ് സംസാരിക്കുക? അങ്ങനെയാണോ ദൃശ്യങ്ങളിൽ ഞാനൊരു പേഴ്സണൽ കോൺവെർസേഷൻ പറഞ്ഞോട്ടെ. ഞാൻ സത്യസന്ധമായിട്ട് ഒരാളോട് സംസാരിച്ച പേഴ്സണൽ കോൺവെർസേഷൻ ആണ്. ഞാൻ അബ്ദുൾ സമദ് പൂക്കൂട്ടൂർ, ഇത് ആദ്യം അദ്ദേഹം ശക്തമായി ഉന്നയിച്ചു. ഞാൻ അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചോദിച്ചു, ഈ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കളിക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? അപ്പൊ അദ്ദേഹം ഒന്ന് പറഞ്ഞു, ഇല്ല, അതിന് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. നാസർ ഫൈസി കൂടത്തെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ഈ ഡ്രസ്സുകൾ കുറച്ചുകൂടെ കാര്യം എന്റെ മോന് സ്കൂളിൽ പഠിക്കുന്ന, അപ്പം ഒരു പോസിറ്റീവായി പോയാൽ പ്രശ്നമുണ്ടോ? അപ്പൊ ഈ രീതിയിൽ ഒരു സംസാരമല്ലേ? അപ്പൊ അവരിൽ പലരുന്ന ഉത്തരം വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കാണും. കുറച്ചുകൂടെ നമുക്ക് പിള്ളേർ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വസ്ത്രധാരണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയ പ്രശ്നമില്ല എന്നൊക്കെ ഒരു കൺസെൻസസ് ഉണ്ടാവുമായിരിക്കും. ഈ പണി ചെയ്യേണ്ട ഗവൺമെന്റ് ആണ്. പക്ഷേ ഇത് മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് രണ്ട് പക്ഷത്തെ അടിപിടി കൂടിക്കണ്ട, സമവായം ഉണ്ടാക്കാൻ, മിഡിൽ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ, കോമൺ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം എന്തെങ്കിലും കൺസർവേറ്റീവ് ഒരു പ്രശ്നം പറഞ്ഞാൽ നിങ്ങളെല്ലാം പിന്തിരിപ്പന്മാരാണ്, 5 നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായതാണെന്ന് പറയരുത്. അത് മനഃപൂർവ്വം പ്രൊവോക്കിംഗ് ആണ്. അതൊക്കെ സബ് കോൺഷ്യസ്ലി നമ്മുടെ മനസ്സിലുള്ള ചില സംഘടനകളുള്ള വിരോധം കാരണം പറയുന്ന. അങ്ങനെയല്ല, സമവായം ഉണ്ടാക്കണം. സൂംബയ്ക്ക് യാതൊരു തെറ്റുമില്ല. സൂംബയുടെ ഡ്രസ്സ് അടക്കമുള്ള കാര്യങ്ങളിൽ ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകളെ പരിഹരിക്കാൻ ശ്രമിക്കണം. ശരി, ഞാൻ തിരികെത്താം.